Hi friends, Assalamu alaikum. Welcome back to my channel Mymoonz kitchen. ഇന്ന് നല്ല അടിപൊളി സ്നാക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അടിപൊളി സ്നാക്ക് എന്ന് പറയുമ്പോൾ വീട്ടിൽ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് ബാക്കി വന്നാൽ ചിലർക്കെങ്കിലും രാത്രി കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ഉച്ചയ്ക്ക് വന്ന ചോറ് ബാക്കിയാവുമ്പം അത് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുക്കുന്നതിന് പകരം ഇതേപോലെ അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് എന്തായാലും 1.5 കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 2-3 ലീഫ് ക്യാബേജ്, ഒരു വലിയ സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എരിവിന് വേണ്ടി 3-4 പച്ചമുളക്, ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബജിമുളകാണ്. ബജിമുളക് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിടാം, അത്ര വലിയ എരിവുണ്ടാവില്ല. അല്ലെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഉള്ളിവടക്കൊക്കെ ചേർക്കുന്ന പോലെ തന്നെ കടലമാവോ മൈദമാവോ അതുപോലെ കളറിന് വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അതൊന്നും ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല, നമുക്ക് ഓരോന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെറിയ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറ് കുറച്ചായിട്ടൊന്ന് നന്നായി പേസ്റ്റാക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി ഒന്നെടുത്താൽ മതി. അത് ഞാനിപ്പോൾ ഇതാ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് അരച്ചെടുത്ത ചോറിലേക്ക് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, പച്ചമുളക്, ഉള്ളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം അല്ലെങ്കിൽ ബജിമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി ഒരു 3-4 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് കടലമാവോ അല്ലെങ്കിൽ മൈദമാവോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ച് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ബാറ്റർ ഉണ്ടാവുന്നത്, എങ്ങനെയാണോ ആ ഒരു മാവ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതേപോലെ ഉരുട്ടി ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. നമ്മൾ ഉള്ളിവടയും പക്കവടയും ഒക്കെ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ നന്നായി ചൂടായി വരണം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഞാനിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഈ മാവെന്ന് നമ്മളെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ഉള്ളിവടയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ചോറാണെന്ന് വിചാരിച്ചിട്ട് ഇതങ്ങനെ എന്താ പറയുക കുഴഞ്ഞു പോകുമോ അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഇല്ലാന്നോ അങ്ങനെ ഒന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതുണ്ടാക്കുന്നത് കാണാണ്ട് ഒരാൾ കഴിക്കുന്നതാണെങ്കിൽ ചോറാണെന്ന് മനസ്സിലാവാത്തൊരു റെസിപ്പിയാണ്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് നുള്ളി ഇട്ട് കൊടുക്കാവൂ. അതുപോലെ തന്നെ ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് അവിടെ അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് അരിപ്പ കയ്യിൽ വെച്ച് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായി ക്രിസ്പിയാക്കി പൊരിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഔട്ടർ പാർട്ട്, അതായത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗത്ത് നല്ല നമ്മുടെ ഉള്ളിവടയൊക്കെ പോലെ തന്നെയാണ്, അടിപൊളിയായിരിക്കും. അങ്ങനെ ഇത് നന്നായി പൊരിഞ്ഞ് വന്നപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് മയണൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. കെച്ചപ്പോ മയണൈസോ ഏതെങ്കിലും നമുക്ക് എടുക്കാം. ഇനി അതൊന്നും ഇല്ലാണ്ടും തന്നെ നമുക്കിത് കുറിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീട്ടിലുണ്ടാവാത്ത സാധനമല്ലല്ലോ, അപ്പോൾ ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.